ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് എളുപ്പത്തിൽ കക്ക ഇറച്ചി റോസ്റ്റ് ചെയ്യാം. ഇത് ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. ക്ലീനിങ്ങിന് കുറച്ച് ടൈം എടുക്കും എന്നൊഴിച്ചാൽ ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. എനിക്ക് ചെറിയ ടൈപ്പ് കക്ക ഇറച്ചിയാണ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. ഇത് വെച്ച് നമുക്ക് ഒരു കക്ക ഇറച്ചി റോസ്റ്റ് എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ ഒരു ഹാഫ് സവോള, ഒരു 10-12 ചെറിയ ഉള്ളി, ഒരു 400 ഗ്രാമോളം കക്ക ഇറച്ചി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകം, പെപ്പർ പൗഡർ, കറി ലീവ്സ്, തേങ്ങാക്കൊത്ത് ഇതെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കടുകിട്ട് പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും അതിലേക്ക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തിട്ട് ഒന്ന് ലൈറ്റ് ബ്രൗൺ ആകുന്നിടം വരെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചിയും 4-5 വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കുവാണ്. അതുകൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത് 1-2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം അതിലേക്ക് ഞാനൊരു 2 തണ്ട് കറി ലീവ്സ് ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു ഹാഫ് സവോളയും ഒരു 10-12 ചെറിയുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വഴറ്റി കൊടുക്കാം. ഈ ഉള്ളി ഇട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി കഴിഞ്ഞ് അതൊന്ന് ട്രാൻസ്പെറൻ്റ് ആയി കഴിയുമ്പോഴത്തേനും നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂണോളം ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡർ, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ച കക്ക ഇറച്ചി ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ മഞ്ഞളൊക്കെ ഇട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കക്ക ഇറച്ചിയാണ്. അത് ചേർത്ത് കൊടുക്കുവാണ്. ഈ കക്ക ഇറച്ചി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഈ കക്ക ഇറച്ചിയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നിടം വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഇതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പോ പെപ്പർ പൗഡറൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണേ. ഞാൻ എരിവ് ഒരു മിതമായ രീതിയിലാണ് ഇട്ടേക്കുന്നത്. നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കക്കയൊക്കെ പൊട്ടുന്ന ഒരു സൗണ്ടൊക്കെ കേൾക്കാം. അത് ഓൾമോസ്റ്റ് ഡൺ ആണ്. അന്നേരം ഈ ടൈമിൽ ഞാനൊരു 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 2 കറി ലീവ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഈസി ആയിട്ട് ഇത് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നാട്ടിലൊക്കെ കുറച്ചുകൂടെ ഫ്രഷ് ആയിട്ട് കക്ക ഇറച്ചിയൊക്കെ കിട്ടുന്നതുകൊണ്ട് നല്ല ടേസ്റ്റിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇത്രയേ ഉള്ളൂ കക്ക ഇറച്ചി റോസ്റ്റ്. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എളുപ്പമാണ്, ടേസ്റ്റിയാണ് കഴിക്കാനായിട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.